ശ്രീ സജീവൻ, ഞാൻ ചോദിച്ചത് ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതായിരുന്നല്ലോ, ഈ RSS ശാഖയാക്കി മാറ്റുകയാണോ രാജ്ഭവനെ എന്ന വളരെ ലളിതമായ ചോദ്യമാണല്ലോ നമ്മൾ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? ഗവർണർമാർ അത് RSS ബന്ധമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. RSSന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യം നമ്മുടെ തൊട്ടുമുമ്പുള്ള ഗവർണർ നമുക്കറിയാമല്ലോ എത്രമാത്രം രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച ആളാണ്. പക്ഷെ അവരൊന്നും ചെയ്യാൻ അത് ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതിൽ വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം RSSന്റെ പ്രവർത്തകനായിട്ട് RSS ശാഖയിലൂടെ വളർന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളെ നിയമിക്കുമ്പോൾ നമുക്ക് എനിക്ക് വളരെ കൗതുകം തോന്നിയുള്ള കാര്യം, അല്ലെങ്കിൽ കുറെ കൂടി ആദരവ് തോന്നിയുള്ള കാര്യം, നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനോട് പലപ്പോഴും ഏറ്റുമുട്ടുന്ന അവസ്ഥയൊക്കെ സർക്കാർ ഉണ്ടാക്കിയത്. പക്ഷേ ഈ ഹർലേക്കർ വന്നതിന് ശേഷം ചെയ്തൊരു കാര്യം, അദ്ദേഹമായിട്ട് ഏറ്റുമുട്ടലിന് പോവാതിരിക്കാൻ പരമാവധി രമ്യതയോടുകൂടി പോവാൻ സർക്കാർ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം വളരെ തന്ത്രപരമായി ഗവർണർ എന്ന പദവിയെ ആ നിലയ്ക്ക് കാണുകയും ആ ബഹുമാനം നൽകുകയും, മറിച്ച് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് സംഘപരിവാർ ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കുകയും ചെയ്യുക. ആ ജനാധിപത്യപരമായ മര്യാദയല്ലേ ഇവിടെ സർക്കാർ സ്വീകരിച്ചത്? തീർച്ചയായിട്ടും ഞാൻ അതാണ് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം വരുമ്പോൾ തന്നെ RSSകാരനാണ്, അദ്ദേഹം വേണ്ടാന്നുള്ള രീതിയിൽ നിന്ന് കോലാഹലമൊന്നും ഉണ്ടാക്കിയില്ല സർക്കാരും ഉണ്ടാക്കിയില്ല, CPM ഉണ്ടാക്കിയില്ല. പക്ഷെ അദ്ദേഹം അത് അവസരം വെച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് അങ്ങേയറ്റത്ത് RSSന്റെ കാര്യം, RSSന്റെ പ്രവർത്തനങ്ങളും RSSന്റെ ആശയങ്ങളും ഒക്കെ കുത്തിച്ചെലുത്താനായിട്ട് ശ്രമിക്കുക. അതാണ് ഈ നമ്മള് കൃഷിവകുപ്പുമായിട്ട് ചേർന്ന് നടത്തേണ്ട പരിസ്ഥിതി നിയമത്തിന്റെ കാര്യത്തിൽ. അത് നമുക്കറിയാമല്ലോ, ഭാരതാംബ എന്ന് പറയുന്ന ഒരു സംവിധാനം RSSകാരല്ലാണ്ട് വേറെ ആരില്ല. അങ്ങനെ ഒരു ഈ പ്രത്യേകിച്ച് അവരുടെ കൊടി, RSSന്റെ കൊടി വെച്ചുകൊണ്ടുള്ള ഒരു ഇത് നമ്മുടെ രാജ്ഭവനുകളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഹീനമായ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിയും അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ പറയുന്ന രണ്ടുപേരുടെ പടം കൂടി വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പിന്നെ രാഷ്ട്രപിതാവിനെ അല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും അവരാ പദവി, രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരുന്ന ആളുകളാണ്. ഇത് അതൊന്നുമല്ലാത്ത തങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആളുകളുടെ ഛായാചിത്രം വയ്ക്കുക, അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ ഇതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരത്ഭുതവുമില്ല. ഇങ്ങനെയുള്ള RSS പ്രചാരകര് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യും പലപ്പോഴും. അല്ല, ഇവിടെ ശ്രീ സജീവൻ അതിൽ അത്ഭുതമില്ല എന്ന് പറയുമ്പോൾ തന്നെ, പക്ഷേ ഇപ്പോഴും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും നിൽക്കുന്ന ഒരു രാജ്യമല്ലേ നമ്മുടേത്. അതിൻ്റെതായ ഒരു മര്യാദ പാലിക്കേണ്ട ഇടം കൂടിയല്ലേ രാജ്ഭവൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ ഭരണഘടനാപരമായി നൽകുന്ന ആ വിശുദ്ധി കൂടിയല്ലേ ഈ ചോദ്യം ചെയ്യപ്പെടുന്നത്? ആ വിശുദ്ധിയൊക്കെ ഇവരെ തകർത്ത് കളയാനാണല്ലോ ശ്രമിക്കുന്നത്. ഈ ഭരണഘടന തന്നെ പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിന്റെ ആളാണ് ഈ ഹർലേക്കർ. സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, ഭരണഘടന എത്രയോ MP പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഭരണഘടന പൊളിച്ചെഴുതും ഞങ്ങൾ എന്നിട്ട് വേറെ രീതിയിൽ ഹിന്ദുത്വ ഭരണഘടന ഇവിടെ നടപ്പാക്കുന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ ഓരോ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ചെറിയ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് കഴിയുമ്പോഴേക്ക് ഏതാണ്ട് ന്യൂട്രലൈസ് ചെയ്യുന്നൊരവസ്ഥ വരെ വീണ്ടും അതിനേക്കാൾ കൂടിയ പ്രകോപനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരാം. ഓരോ തവണയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ കാര്യമാണ്. ശരി, ഓക്കെ, താങ്ക് യു. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് ശ്രീ A. സജീവൻ. ഏതായാലും ഭരണഘടനാപരമായ ഒരു സ്ഥാപനത്തിലാണ്, ഒരു ഇടത്താണ് ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഒരിടത്തും പരാമർശിക്കാത്ത, ആ ഭരണഘടനയുമായിട്ടോ സ്വാതന്ത്ര്യ സമരവുമായിട്ടോ ബന്ധമില്ലാത്ത രണ്ടു പേരുടെ ചിത്രം, ഗോൾവാൾക്കറിൻ്റെയും ഒപ്പം തന്നെ ഹെഡ്ഗെവാറിൻ്റെയും ചിത്രം കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഒരു ശരിയായ നടപടിയല്ല എന്ന വളരെ കൃത്യമായ വിലയിരുത്തൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.